നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മഹാമൃത്യുഞ്ജയ മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും ശക്തിയുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. രോഗങ്ങൾ മാറാനും ദീർഘായുസ്സിനും ധനസമൃദ്ധിക്കും പുത്രപൗത്രാദി സൗഖ്യത്തിനും ഉത്തമമാണ് ഈ മന്ത്രജപം. വിപരീത ഊർജത്തെ പുറന്തള്ളി ഉള്ളിലുള്ള പ്രാണശക്തിയുടെ ബലം വർദ്ധിപ്പിക്കാൻ ഈ മന്ത്രജപം സഹായിക്കുന്നു. അകാരണമായ മൃത്യുഭയം അനുഭവിക്കുന്നവർക്ക് മനക്കരുത്തും ജീവരക്ഷയും ഈ മന്ത്രജപത്തിലൂടെ ലഭിക്കുന്നു. രുദ്രമന്ത്രം, ത്രയംബക മന്ത്രം എന്നീ പേരുകളിലും മഹാമൃത്യുഞ്ജയ മന്ത്രം അറിയപ്പെടുന്നു. ഋഗ്വേദത്തിലും യജുർവേദത്തിലും മഹാമൃത്യുഞ്ജയ മന്ത്രം പ്രതിപാദിക്കുന്നുണ്ട്. ലോകത്തിൽ പരമരഹസ്യമായ മൃത്യുഞ്ജയ മന്ത്രം അറിഞ്ഞിരുന്നത് മാർക്കണ്ഡേയ ഋഷിക്ക് മാത്രമായിരുന്നു. ഒരിക്കൽ ദക്ഷശാപ ഫലമായി രോഗിയായിത്തീർന്ന ചന്ദ്രദേവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി മാർക്കണ്ഡേയ ഋഷി മഹാമൃത്യുഞ്ജയ മന്ത്രം ദക്ഷപുത്രിയായ സതിക്ക് നൽകി. ഇതേ തുടർന്നാണ് രഹസ്യമായിരുന്ന ഈ മന്ത്രം ലോകം അറിഞ്ഞത്. ഇനി മഹാമൃത്യുഞ്ജയ മന്ത്രത്തെ പരിചയപ്പെടാം. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ത്രിലോചനനായ ഭഗവാനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. സുഗന്ധത്തെയും അഭിവൃദ്ധിയെയും വർദ്ധിപ്പിക്കുന്ന അങ്ങ് വെള്ളരിക്കയെ അതിൻ്റെ തണ്ടിൽ നിന്നും വേർപെടുത്തുന്നത് പോലെ മരണത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ചാലും, പക്ഷേ അമരത്വത്തിൽ നിന്നല്ല. മഹാമൃത്യുഞ്ജയ മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അത്രയും തവണ ജപിക്കാൻ സാധിക്കാത്തവർക്ക് 10 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒക്കെ ജപിക്കാവുന്നതാണ്. ഇതിനൊന്നും സാധിക്കാത്തവർ ദിവസവും 1 തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കാൻ ശ്രമിക്കുക. ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു.